നമസ്കാരം. 2 ദിവസം മുമ്പ് വരെ കേരളത്തിലെ ജനത എന്തൊക്കെയായാലും മൂന്നാമതും പിണറായി സർക്കാർ അല്ലെങ്കിൽ CPM സർക്കാർ വരണം എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷവും ആഗ്രഹിച്ചിരുന്നത്. അതായത് അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു എന്നത് സത്യമാണ്. ഞാനും എന്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് വിളിക്കുന്നത് സൈബർ സഖാക്കളാണ്. സഖാക്കൾ പച്ചത്തെറി വിളിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും പറയുന്നുണ്ട്. അത് അവരുടെ വിവരമില്ലായ്മയാണ്. കാരണം അവർ ഒന്നും കാണൂല. തമ്പനയിൽ മാത്രം നോക്കിയിട്ട് എന്താണ് അതിന്റെ ഉള്ളിൽ എന്നറിയാതെ ഏതെങ്കിലും ഒരു വീഡിയോ അവർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തങ്ങൾക്കെതിരാണ് എന്ന ഒരു തരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്നു. ആ ഗുണ്ടായിസത്തിന് തുടക്കം കുറിക്കുന്നതാകട്ടെ ഇവിടുത്തെ മന്ത്രിമാരുമാണ്. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ആരാ? ഈ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജ് ആണ്, മന്ത്രി വീണ ജോർജ് ആണ്. കേരളത്തിൽ ഇത്രയധികം ഗുണ്ടായിസം ഉണ്ടാക്കി ഇങ്ങനെ അഴിഞ്ഞാടാൻ പോലീസുകാർക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. അതിന് തന്നെ തുടക്കം കുറിച്ചത് പിണറായി സർക്കാരാണ്. നവകേരള തൂർത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടാക്കിയ ആ സമയത്താണ് പോലീസും ഡിവൈഎഫ്ഐയും കൂടി ചേർന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നാട്ടുകാരെ മുഴുവൻ തല്ലിച്ചതച്ചത്. അതിനും കുറെ മുമ്പ് ഈ പോലീസ് സേനയെ പോലീസിന്റെ പണി എടുക്കാൻ അനുവദിക്കാതെ വെറും ഗുണ്ടകളാക്കി, അടിമകളാക്കി, രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിയത്. എന്നാലും കേരളത്തിൽ അടിസ്ഥാന വികസനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി സാമൂഹ്യ വികസനം കൂടി ആയാൽ ഈ കേരളം രക്ഷപ്പെടും എന്ന് കരുതി CPM-നെ തന്നെ ജയിപ്പിക്കുമായിരുന്നു കേരളത്തിലെ ജനം എന്നാണ് എനിക്ക് 2-3 ദിവസം വരെയുള്ള ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും ആഗ്രഹിക്കുന്നു ഈ പാർട്ടി ഇതോടുകൂടി അവസാനിക്കണമെന്ന്. വേറെ നിവൃത്തിയില്ല. കാരണം ഒരു മന്ത്രിയുടെ വിവരക്കേട് അല്ലെങ്കിൽ വിവരം കെട്ട ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന, ഇനി അഥവാ അത്തരത്തിൽ ഏതെങ്കിലും പ്രവർത്തകർ വന്ന് മന്ത്രിയെ മർദ്ദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊരു സാമൂഹിക പ്രശ്നമായി മാറുമെന്നും കേരളം മുഴുവൻ കത്താൻ സാധ്യത ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ട് അത് പാകതയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിരുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി കേരളം കത്തിക്കാനുള്ള പച്ചക്കൊടി കാണിക്കുകയാണ് ചെയ്തത്. അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നഗരൂരിൽ, തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിൽ ഒരു പോലീസ് വാഹനം തടഞ്ഞു നിർത്തി, ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസ് വാഹനം തടഞ്ഞു നിർത്തി, വണ്ടി വട്ടം വെച്ച് തടഞ്ഞു നിർത്തി ആ പോലീസുകാരെ പച്ചത്തെറി വിളിക്കുന്ന വീഡിയോ ഇന്ന് വൈറലാണ്. നിന്നെ വിളിക്കാണ്, നിന്നെ ഒരു പോലീസുകാരൻ കേട്ടോണ്ടിരിക്കുക. ഒന്നല്ല, അതിൽ കുറച്ച് പോലീസുകാരുണ്ട്, SI അടക്കമുള്ളവരുണ്ട്, കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ. കാര്യം ഈ ചീത്ത വിളിക്കുന്നത് DYFI-കാരാണ്, CPM-കാരാണ്. CPM-കാർക്ക് ആരെയും എന്തും എപ്പോഴും പറയാമെന്നുള്ളൊരു അവസ്ഥയാണ്, പ്രത്യേകിച്ച് പോലീസുകാരെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് നമുക്ക് സുരക്ഷ ഒരുക്കേണ്ടത്? ഇവിടുത്തെ പോലീസുകാരെ. ആ പോലീസുകാർ എങ്ങനെയാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? പോലീസുകാർ ഗുണ്ടകളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്നതിന് കാരണം? ആ പോലീസുകാരെ ചട്ടുകമാക്കി, തന്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ, ചാടിക്കിളിയുടെ കുഞ്ഞിരാമ എന്ന രീതിയിൽ 10 വർഷമായി CPM വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ലേ കാരണം? മറ്റു കാരണം നോക്കാറുണ്ടോ? അവരുടെ മണ്ടയിൽ അത്രത്തോളം പ്രഷറും അവർക്ക് നിലവിലുള്ള വർക്ക് പ്രഷറും കൂടെ ചേരുമ്പോൾ അവർ നാട്ടുകാരന്റെ നെഞ്ചത്തേക്ക് കയറുന്നു. പിന്നെ അവരെങ്ങോട്ട് കയറണമെന്നാ പറയുന്നത്? ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥ ഇങ്ങനെയാക്കിയത് CPM സർക്കാരാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു നിയമപ്രശ്നം ആവശ്യമായി വന്നാൽ ആദ്യം ഓടി ചെല്ലേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഗതിയുണ്ടോ? മറുഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ളത്, ഗുണ്ടായിസം കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു CPM പ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ അവനെതിരെ കേസെടുക്കാനോ അവനെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ പോലീസുകാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ എന്തിനാ? വീണ ജോർജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കലാപം, ആ കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവർ ICUലേക്ക് പോയി ഇന്നലെ മുങ്ങി, വൈകുന്നേരം വീട്ടിലേക്ക് പൊങ്ങി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കലാപം നടത്തിയിട്ടുള്ള ഏതാനും ചില CPM ഗുണ്ടകൾ, ആ ഗുണ്ടകൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോയതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. നോട്ടീസ് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നീയൊക്കെ നോട്ടീസ് കൊടുക്കോടാ, മാടാ പോടാ എന്നുള്ളത് കേട്ടാൽ അറയ്ക്കുന്ന അത്രത്തോളം പച്ചത്തെറികളാണ് അവർ വിളിച്ചു പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയാണ് വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട നമ്മളെയൊക്കെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ കയ്യിലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും 24 മണിക്കൂർ നേരം ഈ കേരളത്തിൽ പോലീസ് സേന ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നറിയാം. അത്രത്തോളം ക്രിമിനൽ വൽക്കരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നാടിനെ ഇന്ന് ഈ ദുർഭരണം.
മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പോലീസുകാർ ഇതുപോലെ തെരുവുകളിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇത് ഉത്തരേന്ത്യയല്ലല്ലോ. സാംസ്കാരിക സമ്പന്നം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള വൈജ്ഞാനിക ബോധമണ്ഡലം അങ്ങോട്ട് വഴിഞ്ഞൊഴുകുന്ന കേരളത്തിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. നല്ല സ്ഥലകാല ബോധമുള്ളവരാണല്ലോ. അപ്പോ ഈ തലമുറയെ ഈ രീതിയിൽ വാർത്തെടുക്കുന്നതിന് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ പോരെ. ഇവിടെ ഭരണകക്ഷിയുടെ യുവജന സംഘടനയാണ്, അല്ലെങ്കിൽ യുവജന സംഘടനയോ അതുപോലെ മറ്റാരെങ്കിലുമാണ്, അല്ലെങ്കിൽ അനുഭാവിയാണ്, അവർക്കൊക്കെ പോലീസിനെ എന്തും ചെയ്യാം, പോലീസിനെ ഏത് രീതിയിലും വെല്ലുവിളിക്കാം എന്നതാണ് ഇതിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ. അധികാരത്തിന്റെ കസേരയിൽ സകലതും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രിമാരും മറ്റുള്ളവരും പാർട്ടി നേതാക്കളും അവർ പടച്ചുവിടുന്ന പച്ചക്കള്ളം, ആ പച്ചക്കള്ളം വിശ്വസിച്ച് മറ്റുള്ളവരെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും പുറത്തേക്ക് ഇറക്കുന്ന വലിയൊരു വിഭാഗം ഗുണ്ടകൾ, ആ ഗുണ്ടകളായി ഇന്ന് പാർട്ടി അണികളും അനുഭാവികളും മാറിയിരിക്കുകയാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ സർക്കാരിലെ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പച്ച നുണ പറഞ്ഞത്. KSUക്കാർ തന്നെ മർദ്ദിച്ചു എന്ന്. FIR ഇട്ടത് മാരകായുധങ്ങളുമായി വന്ന് തന്റെ കഴുത്തിൽ മാരകായുധങ്ങളും അടിച്ചു എന്നൊക്കെയാണ് FIR. ഒരുപക്ഷെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ ഗൺമാനാണ് പറഞ്ഞെന്ന് പറയും. പിന്നെ എന്തിനാണ് പെരടിയും കുത്തിപ്പിടിച്ചോണ്ട് ICUയിൽ പോയിരിക്കേണ്ട ആവശ്യം? ICU നിന്ന് പുലർച്ചെ അവിടെ നിന്ന് മുങ്ങിയത് എന്തിനാ? അസുഖമില്ലെന്നോ അല്ലെങ്കിൽ വേദന ഇല്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, ശരീരം ഇളകാൻ പോരും. KSUക്കാർ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കാൻ വന്നപ്പോ മന്ത്രിയുടെ 7 അയലത്ത് വരാതെ അവരെ പിടിച്ചോണ്ട് പോയത് എല്ലാവരും കണ്ടതാ. മന്ത്രിയുടെ അയലത്ത് ഒന്നില്ല, മന്ത്രിയാണ് ഉന്തിത്തള്ളി ആ തിരക്കിനിടയിലൂടെ 10-30 പോലീസുകാരെയും മറ്റുള്ളവരും എല്ലാം വകഞ്ഞു മാറ്റി അങ്ങോട്ട് ചെന്നത്. അങ്ങനെ പോയതിന്റെ ഫലമായി പോലീസുകാരും തന്റെ സഹപ്രവർത്തകരും എല്ലാം പിടിച്ചു വെച്ചതിന്റെ ഭാഗമായി കഴുത്ത് തിരിച്ചിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ കഴുത്തിന്റെ പ്രശ്നം ഉണ്ടായത്, വീണ്ടും ഇളകിയത്. അല്ലാതെ KSUക്കാർ തല്ലിയിട്ടല്ല. മന്ത്രിയുടെ 5 മീറ്റർ അടുത്ത് പോലും അവർ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ മന്ത്രിയെ KSUവിന്റെ പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് പറയുന്നത്? അപ്പൊ മന്ത്രി പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? അങ്ങനെ നുണ പറഞ്ഞത് എന്താ? കേരളത്തിലെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്തിട്ടുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയായ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രി പറയാണ് തന്നെ KSUവിന്റെ ചില പ്രവർത്തകർ അടിച്ചു, തനിക്ക് ശരീരവേദനയുണ്ട്, തന്റെ കൈക്ക് പൊട്ടലുണ്ട്, കഴുത്തൊടിഞ്ഞു, താൻ ICUയിലാണ് എന്ന് പറഞ്ഞാൽ ജനം, അവരുടെ അണികൾ വെറുതെ ഇരിക്കുമോ? അപ്പോ അണികളെ ഇങ്ങനെ ഇറക്കി വിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി മന്ത്രി മനഃപൂർവ്വമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളക്കഥയല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ആ മന്ത്രിയെ ഒരു നിമിഷം പോലും ആ കസേരയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, രാജിവെച്ചിറങ്ങി പോകണം, ഇറക്കി വിടണം ആ മന്ത്രിയെ. ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ അനുമതിയില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ സൈലന്റ് ആക്കി, വയലന്റ് ആയി വരുന്നതിനെ സൈലന്റ് ആക്കി കൊണ്ടുപോകാൻ ഉത്തരവാദിത്വ ബോധത്തോടെ കർമ്മബോധത്തോടെ പ്രവർത്തിക്കാനാണ് ഓരോ ജനപ്രതിനിധിയും നമ്മൾ പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കായാലും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ കസേരയിൽ വെച്ച് പുലർത്താൻ പാടുണ്ടോ? മന്ത്രിയുടെ ആ പച്ച നുണയല്ലേ ഈ കഴിഞ്ഞ ദിവസം ഈ പോലീസുകാരെ തെരുവിളിക്കുന്നതിൽ പോലും എത്തിയത്. കേരളത്തിലെമ്പാടും കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ പൊതുയോഗ യാത്ര നടന്നു വരികയാണ്. അതിന്റെ ഫ്ലക്സുകൾ, അതിന്റെ ബാനറുകൾ, സാർവത്രികമായ അക്രമം അഴിച്ചുവിടുകയാണ് ഇവിടുത്തെ CPM ഗുണ്ടകൾ. ആ ഗുണ്ടകൾ അത്തരത്തിൽ തേർവാഴ്ച നടത്തുമ്പോൾ അത് നിയമപരമായി തെറ്റാണ് എന്ന് ബോധ്യമുള്ള പോലീസ് ഒരു നോട്ടീസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ആ നോട്ടീസിനെതിരെ പ്രവർത്തിച്ച പ്രവർത്തനമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ കേരളം ഇങ്ങനെ പോകും എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഇനിയും ഭരണം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ സത്യസന്ധമായി ഒരു പോലീസുകാരന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ആരെങ്കിലും സത്യസന്ധമായി ജോലി ചെയ്താൽ ഇവിടെ സഖാക്കെതിരെ കേസെടുക്കേണ്ടി വരും, സൈബർ സഖാക്കെതിരെ ഒക്കെ കേസെടുക്കേണ്ടി വരും. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടയാകുകയാണ്, അവന്റെ കുടുംബം അനാഥരായി പോവാണ്, അവന്റെ ജീവന് ഭീഷണിയാകുകയാണ്. അപ്പൊ ആ അവസ്ഥയിൽ പാർട്ടിക്കാർക്ക് കൊടപിടിക്കുകയും പാർട്ടിക്ക് തന്നെ പാടുകയും ചെയ്യുന്ന ഒരു വിഭാഗം പോലീസുകാരാണെങ്കിൽ ജനങ്ങൾ എന്ത് സുരക്ഷിതത്വത്തിൽ അവരുടെ കീഴിൽ കഴിയും? ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സർക്കാരിലെ മറ്റാരാണ്? ഇവിടെ വികസനത്തിന്റെ കാര്യം പറയുന്നുണ്ട്, റോഡുകളുടെ കാര്യം പറയുന്നുണ്ട്, പാലങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, മറ്റ് കെട്ടിടങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഞാനും എന്റെ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇവിടെ ജീവിക്കും ജനം? യാതൊരു സുരക്ഷിതത്വമില്ല. പോലീസ് സേനയ്ക്ക് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. സകലയിടവും ഗുണ്ടായിസവും, അതായത് അക്രമം, ഗുണ്ടായിസം, തീവയ്പ്, കൊള്ള കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ നടക്കുന്ന കാര്യമാണത്. ഇതിനൊക്കെ കാരണക്കാരിയാകട്ടെ കേരളം ഭരിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മന്ത്രിയും, അതായത് ആരോഗ്യമന്ത്രിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കണം. ആരോഗ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യം ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, അതിനുവേണ്ടിയുള്ള എല്ലാം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയാണ് ഇത്തരത്തിൽ കൊള്ളയ്ക്കും കൊലയ്ക്കും ഇത്തരത്തിലുള്ള അക്രമത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ട് നുണ പ്രചരിപ്പിച്ചത് എന്നുകൂടി മനസ്സിലാക്കണം.
കേരള ജനത ആഗ്രഹിക്കുന്നത് ഒരു നല്ല ഭരണമാണ്. അത് CPM ഭരിക്കുന്നതോ കോൺഗ്രസ് ഭരിക്കുന്നതോ BJP ഭരിക്കുന്നതോ എന്നതല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവനൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാൻ പറ്റൂ. അവന്റെ ജനപ്രതിനിധികളോട് അവന് പറയാൻ പറ്റൂ. അവന്റെ ഭാഗം ശരിയാണ് എന്നുണ്ടെങ്കിൽ, അവന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അവന് നീതി അർഹിക്കുന്നുണ്ടെങ്കിൽ ആ നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഇവിടെ ഒരു സംവിധാനം വേണം. നിലവിൽ ആ സംവിധാനം ഇല്ല. നിലവിലെ ഇവിടുത്തെ അവസ്ഥ, ഈ പരാതി പറയാൻ ചെല്ലുന്നവൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നതാണ്. തന്റെ പാർട്ടിക്കാരനെ കുറിച്ച്, അല്ലെങ്കിൽ തന്റെ നേതാവിനെ കുറിച്ച്, അല്ലെങ്കിൽ തന്റെ സംഘടനയുടെ അനുഭാവിയെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരനെ ചുരുട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഇവിടുത്തെ ആഭ്യന്തര അവസ്ഥ എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനം നടപ്പിലാക്കാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പിണറായി സർക്കാർ എന്നല്ല, CPM എന്ന് പറയുന്ന ഈ പാർട്ടിയെയും ഈ സർക്കാരിനെയും ഈ നാട്ടിൽ നിന്ന് ഓടിച്ചുവിടേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കല്ലാതെ ഇവരോട് ദേഷ്യമായിരിക്കൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റണം. നമ്മുടെ നാട്ടിൽ നീതി പുലരണം. ആ നീതിയും സമാധാനവും സത്യസന്ധമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരും ഇവിടെ വേണ്ട. അങ്ങനെയാണ് എല്ലാവരും ഭരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിട്ടിട്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തട്ടെ. അതാണ് ഇതിലും നല്ലത്. Different angles. Don't forget to subscribe and support this channel.